സർവശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ യേശു തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. സാത്താനെ, എന്നെ വിട്ടു പോ പത്രോസിനെ പറഞ്ഞതല്ല. സാത്താൻ്റെ ചിന്ത പത്രോസിനെ ഭരിച്ചതുകൊണ്ടാണ് പത്രോസിനെ സാത്താൻ എന്ന് വിളിച്ചത്. യേശുവിൻ്റെ ശാസന ചില കള്ള അപ്പോസ്തലന്മാരെ പുറത്തു കൊണ്ടുവരും. ന്യൂജൻ സഭകളിലാണ് ജനങ്ങളെ കൂടുതലും കള്ളപ്രവാചകന്മാർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ വചനങ്ങളെ വളച്ചൊടിക്കുന്ന കള്ളപ്രവാചകന്മാർക്ക് എതിരെ കുറ്റം പറയുന്ന സത്യസുവിശേഷകർ കുറ്റക്കാരോ? കുറ്റം ചെയ്യുന്നവർ കുറ്റക്കാരല്ലേ? വ്യാജ അപ്പോസ്തലനായ ടിനു ജോർജിനെ കുറ്റം പറഞ്ഞ മീഡിയക്കാരോ കുറ്റക്കാർ? മറുനാടൻ ചാനലിലെ സാജൻ സ്കറിയയുടെ വാക്കുകൾ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള പാസ്റ്റർ ടിനു ജോർജ് ഒരു മാർത്തോമാ സഭാ വിശ്വാസിയായി ജനിച്ച് സുവിശേഷ കച്ചവടത്തിന്റെ ലാഭസാധ്യത മനസ്സിലാക്കി എൽ ഷദ്ദായി മിനിസ്ട്രി എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് ജീസസ് ഈസ് അലൈവ് എന്ന പേരിൽ ജനങ്ങളെ പറ്റിക്കാണ് കഴിഞ്ഞ കുറേ കാലമായി ടിനു പാസ്റ്റർ. പക്ഷേ ടിനു പാസ്റ്റർക്കെതിരെ ആരും ഒരു പരാതിയുമായി പോലും മുമ്പോട്ട് വരത്തില്ല. കാരണം ലക്ഷക്കണക്കിന് വിശ്വാസികളെ ടിനു പാസ്റ്റർ ഇതിനോടകം ആകർഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൊട്ടാരക്കരയിലും പത്തനാപുരത്തും പുനലൂരുമൊക്കെ ആര് ജയിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് ടിനു പാസ്റ്ററാണ്. നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ ഈ പാസ്റ്ററുടെ മുമ്പിൽ പോയി തലകുനിച്ച് ആശീർവാദം സ്വീകരിച്ച് വോട്ട് നേടുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ടിനു പാസ്റ്റർ കൃത്യമായി ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം പ്രവചിച്ചു എന്ന് വരെയാണ് ടിനു ഭക്തന്മാരുടെ അക്കാലത്തെ പ്രചരണം. ഈ ടിനു പാസ്റ്ററുടെ 3 വീഡിയോ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എനിക്ക് അയച്ചു തന്നു. ആദ്യത്തേത് ഞാനെൻ്റെ ഫേസ്ബുക്കിലൂടെ അന്ന് തന്നെ ഷെയർ ചെയ്തിരുന്നു. ടിനു പാസ്റ്റർ സുവിശേഷ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞത്രേ. പാസ്റ്റർക്കെതിരെ പറയുന്നവർ, അവരെ തകർക്കുന്നവർ, അങ്ങനെ കുറേ ആളുകളുണ്ടെന്നും അവരെ യേശു ക്രിസ്തു ഇല്ലാതാക്കുമെന്നും നാശം ഉറപ്പാണെന്നുമാണ് യേശു ക്രിസ്തു നേരിട്ട് വന്ന് ടിനു പാസ്റ്ററോട് പറഞ്ഞത്. ടിനു പാസ്റ്റർ യേശു ക്രിസ്തുവിൻ്റെ സംഭാഷണം റെക്കോർഡ് ചെയ്തെടുത്ത് ഒരു ധ്യാനത്തിൽ വിശ്വാസികളെ കേൾപ്പിച്ചു. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ. എന്റെ മുറി വന്ന് ലിസൺ. ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. വിശ്വസിക്കാൻ കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തു ടിനു ജോർജിനെ എതിർക്കുന്നവർക്ക് എതിരെ തകർത്ത് കളയുമെന്ന്. ടിനു ജോർജ് എന്താ യേശു ക്രിസ്തുവിൻ്റെ അളിയനാണോ? അളിയനെ എതിർക്കുന്നവരെ തീർച്ചയായും തകർക്കും. പിന്നെ യേശു അളിയനോട് പറഞ്ഞു, യേശുവായ ഞാൻ പറയുന്ന കാര്യങ്ങൾ ടിനു ജോർജ് അളിയ നീ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കുഞ്ഞാടുകളെ കേൾപ്പിക്കണമെന്ന്. എന്താ ഇത്?
പറഞ്ഞത് റെക്കോർഡ് ചെയ്യാത്തത്? ഇത് പറഞ്ഞത് എന്ത് ചെയ്തില്ല? യേശു സംസാരിച്ച ശബ്ദം നിങ്ങൾ കേട്ടുവല്ലോ. കർത്താവ് സംസാരിച്ചത് ചർച്ചിൻ്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിൻ്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ട് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഇതാണ് കർത്താവായ യേശു ക്രിസ്തു കള്ളപ്രവാചകനായ ടിനു ജോർജിനോട് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു വയ്ക്കുവാൻ പറഞ്ഞത്. ഒന്നുകൂടി കേൾക്കാം ദൈവം പറഞ്ഞ കാര്യം. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറും. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല എന്ന്. കേട്ടല്ലോ, യേശുവിൻ്റെ ശബ്ദമല്ലേ. 2024 വരെ ആരും കേട്ടിട്ടില്ലാത്ത യേശുവിൻ്റെ ശബ്ദം. കേൾക്കൂ ജനമേ, ദൈവശബ്ദം, ദൈവശബ്ദം, യേശുവിൻ്റെ ശബ്ദം. 2024 വർഷമായി യേശുവിൻ്റെ ശബ്ദം ആരും കേൾക്കാതെ ഇതാ ദൈവം അത്ഭുതം ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. യേശു പറഞ്ഞ വാക്കുകൾ ചർച്ചിൻ്റെ തിന്മ എന്തുണ്ടെന്ന്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നന്മയല്ല, തിന്മ നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ലെന്ന്. അളിയനോട് യേശു നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. തിന്മയെക്കുറിച്ചേ പറഞ്ഞുള്ളൂ, നന്മയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? യേശു പറഞ്ഞ ശബ്ദം, കാര്യങ്ങൾ എന്താണെന്ന് ആരെങ്കിലും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയോ? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ കള്ളപ്രവാചകന്റെ സഭയ്ക്ക് തിന്മ സംഭവിക്കുവാൻ പോകുന്നുവെന്ന് യേശു ക്രിസ്തു തന്നെ ഇവനെ കൊണ്ട് പറയിപ്പിച്ചു. ഇതാ ഇന്നു മുതൽ ഈ കള്ളപ്രവാചകന് നേരെ അടി തുടങ്ങും. വെറുതെ പറയുന്ന വാക്കുകളല്ല. ഇവനെ എതിർക്കുന്നവർക്ക് എതിരെ പിശാചിനെ അയക്കുമെന്ന്. ഹല്ലേലൂയ. അയച്ചോ, നീ ധാരാളം അയച്ചോ. വെറും പിശാചിനെ അയക്കല്ലേ, നല്ല മുഴുത്ത പിശാച് ലൂസിഫറിനെ നീ ഒന്ന് അയച്ചു നോക്ക്. ഈ മഹാന്റെ മറ്റൊരു വീഡിയോ കൂടി കാണുക. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ബ്ലോക്ക് ഇറ്റ്. ഐ ആം ആൻ അപ്പോസ്റ്റൽ. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ മൈ വേർഡ് ഈസ് പവർഫുൾ. ഇതിൽ ഇദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, താൻ ക്രിസ്തുവിന്റെ അപ്പസ്തോലനാണെന്ന് പറയുന്നു. യേശു ക്രിസ്തുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ യേശു ക്രിസ്തുവിന്റെ നേരിട്ടുള്ള ഒരു ശിഷ്യനാണ് താനെന്ന് അവകാശപ്പെടുന്നു. എന്ന് മാത്രമല്ല, ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള അധികാരം യേശു ക്രിസ്തു ഈ ശിഷ്യന് കൊടുത്തിട്ടുണ്ടത്രേ. ഈ മിനിസ്ട്രിക്കെതിരെ
ടിനു പാസ്റ്റർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇല്ലാതാക്കും, അവരുടെ പ്രോസ്പെരിറ്റി തിരിച്ചെടുക്കുമെന്ന്. അതായത് അവരുടെ സമ്പത്തും അവരുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ തിരിച്ചെടുക്കാൻ യേശുക്രിസ്തു അവകാശം കൊടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാനും ഇതൊക്കെ വിശ്വസിക്കാനും കഴിയുന്ന മനുഷ്യർ നമുക്കിടയിലുണ്ട് എന്നത് എത്ര ഖേദകരമാണ്. 2 കൊരിന്ത്യർ 11 അധ്യായം അതിൻ്റെ 13 വാക്യത്തിൽ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അശുദ്ധ ആവി പിടിച്ചവൻ, ഹല്ലേലൂയ, വല്ലതും വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. പൊല്ലാത്ത ആവി അവൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ ഏതു ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ഇവന്റെ ആത്മാവ് ഏതാണെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച്, യേശുവിനോട് പ്രാർത്ഥിച്ച് ശോധന ചെയ്യണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം ഇവന്റെ ആത്മാവ് ഏതാണെന്ന്. ഹല്ലേലൂയ. ഇവൻ പറയുന്നത് ഞാൻ എല്ലാവരെയും പഠിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. ഇവനെ എതിർക്കുന്നവരെ എല്ലാവരെയും പഠിപ്പിക്കുമെന്ന്, തകർത്ത് കളയുമെന്ന്. ഹല്ലേലൂയ. ശരി, തകർത്തോ, നീ അയച്ചോ. നിന്നെ ആരടാ പഠിപ്പിച്ച് വിട്ടത്? നീ ഏത് ബൈബിൾ കോളേജിൽ പോയടാ പഠിച്ചത്? കള്ള തിരുട്ട് സഭയും കൊണ്ട് നടക്കുന്നു. ബന്ധക്കോസുകാരെ മുഴുവനും നാറ്റിപ്പിക്കാൻ ഇവന്മാരെ പോലെയുള്ള ന്യൂ ജൻ സഭകളെന്നും പറഞ്ഞ്, ഇവൻ്റെത് ബന്ധിക്കോസ് സഭയല്ല. ഇവന്മാരുടെ ഒന്നും ബന്ധക്കോസ് ഒറിജിനൽ സഭകളല്ല. ബന്ധക്കോസിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന ന്യൂജൻ ജനറേഷൻ ചർച്ചുകളാണ്. ഇതിനെയൊക്കെ തകർത്ത് കളയണം. യഥാർത്ഥ ഒറിജിനൽ സഭകൾ നമ്മുടെ ലോകത്തിൽ ധാരാളമുണ്ട്. IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, TPM, അങ്ങനെ നിരവധി സത്യ സഭകൾ ധാരാളമുണ്ട്. അവിടെയൊന്നും ആർക്കും പോകണ്ട. തട്ടിപ്പ് നടത്തുന്നവരുടെ ഹല്ലേലൂയ കൂടെ മലയാളികൾ ഹല്ലേലൂയ പോകത്തുള്ളൂ. നീ വചനം നോക്ക്. നിന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടല്ലേ, വായിച്ചു നോക്ക്. സംശയമുള്ളത് അറിയാവുന്നവരടുത്ത് ചോദിക്കേ. എന്നിട്ട് വേണം ഇതുപോലെയുള്ള ബന്ധക്കോസ് എന്ന് പറഞ്ഞ് നടക്കുന്ന കള്ളന്മാരെ. ഹല്ലേലൂയ. ഇത് യഥാർത്ഥ സഭയാണോ? വചനത്തിൽ അടിസ്ഥാനമുള്ളതാണോ? യേശു പറഞ്ഞതാണോ? ഇസ്രായേലിന്റെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പറഞ്ഞ വചനമാണോ എന്ന് തിരിച്ചറിയണം. ഇനിയെങ്കിലും ഇങ്ങനെയുള്ളവന്മാരുടെ ഹല്ലേലൂയ തട്ടിപ്പിൽ വീഴാതെ നിങ്ങൾ കാത്തുകൊള്ളണം. നിങ്ങളുടെ പണം അവൻ തട്ടിയെടുക്കും. നിങ്ങളുടെ ഹല്ലേലൂയ മക്കൾക്ക് കൊടുക്കേണ്ട പണം അവൻ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുകയാണ്. അവൻ്റെ തട്ടിപ്പ് പരിപാടി. ഈ കേരളത്തിൽ ഹല്ലേലൂയ നിരവധി പേർ ഇങ്ങനെ യേശുവിനെ വിറ്റ് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അപ്പോസ്തലിക ഉപദേശത്തിലൂടെയുള്ള സഭകളിൽ പോയി വേണം നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ. ന്യൂജൻ സഭകളുടെ തലത്തൊട്ടപ്പനായ
സാത്താനെ മാത്രം സേവിക്കുന്ന, പുറത്തിറങ്ങുമ്പോൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കും, അകത്ത് കയറുമ്പോൾ പിശാചിനെ ഉപയോഗിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ഭീകര തട്ടിപ്പുകാരൻ ഇവൻ്റെ കൺവെൻഷനുകളിൽ പലരെയും കുറിച്ച് കുത്തിയും എതിർത്തും പണം കൊടുക്കാത്തവർക്ക് എതിരെ പ്രസംഗിക്കുകയും ചെയ്യും. ആ സമയത്ത് ക്യാമറാമാനോട് ക്യാമറ ഓഫ് ചെയ്യുവാൻ നേരിട്ട് പറയും. അതാണ് സാത്താൻ്റെ പണി. I2I ന്യൂസ് ചാനലിലെ സുനിൽ മാത്യു പറയുന്നത് കേൾക്കുക. ഇതാണ് ഞങ്ങ പറഞ്ഞ ഉഡായ്പകളുടെ ഉസ്താദ്. കഞ്ചാവും കാജാപിടിയും വലിച്ച് കലിങ്കിലിരുന്ന കാവർക്കികൾ പാച്ചർമാരാകുകയും കോലാഹല കച്ചേരി നടത്തുകയും വിശ്വാസികളെ ഊഞ്ഞാലാക്കുകയും ചെയ്യുന്നത് നാം കണ്ടതാണ്. ബോധമില്ലാത്തത് കൊണ്ടും ജീവിക്കുവാൻ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടുമാണ് ഇവർ ഈ വഴിയിലെത്തിയതെന്ന് നമുക്ക് വേണമെങ്കിൽ സമാധാനിക്കാം. എന്നാൽ ഒരു അധ്യാപകൻ, അതും ഒരു ഹൈസ്കൂൾ അധ്യാപകൻ, റിട്ടയർമെന്റിന് ശേഷം ഇത്തരം ഉഡായിപ്പുമായി ഇറങ്ങിയാലോ? എന്നാൽ ഇത് കാണുക. ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന ദേവസ്യ മുല്ലക്കര സാർ എന്ന അധ്യാപകൻ തൻ്റെ റിട്ടയർമെന്റ് ജീവിതം ആനന്ദകരവും ആഹ്ലാദകരവും ആക്കിയത് കത്തോലിക്ക സഭയുടെ വാഴകൃഷിയായ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളുടെ ഇടയ്ക്ക് തൻ്റെ ചില്ലറ ചീരകൃഷി നടത്തിക്കൊണ്ടായിരുന്നു. അധ്യാപകൻ എന്ന ലേബൽ അദ്ദേഹം നന്നായി മുതലാക്കി. സാറിൻ്റെ ചീര വളർന്ന് കത്തോലിക്ക സഭയുടെ വാഴയ്ക്ക് ഷെയ്ഡായപ്പോൾ മുല്ലക്കര സാറ് തന്നെ ചർച്ച് ഓഫ് എറ്റേണിറ്റി എന്ന ചെറുകിട വചനകൃഷി കേന്ദ്രം ആരംഭിക്കുകയും ഈ മേഖലകളിൽ പുതിയ പരീക്ഷണം നടത്തുകയും ചെയ്തു. സംഗതി ഏറ്റു. ആരുടെ കീഴെ തലവെച്ചു കൊടുക്കണമെന്ന് അന്വേഷിച്ച് പാഞ്ഞു നടന്ന മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്ന നാടായിരുന്നതിനാൽ കൃഷി ഇറക്കുവാൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഒരു അധ്യാപകനായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഉഡായ്പകൾ മുണ്ണക്കുഞ്ഞുങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങി. ഇന്ന് തട്ടിട്ടു തുള്ളി തുട്ടുണ്ടാക്കുന്ന ന്യൂജൻ മോന്റെമോന്മാരുടെ ഈ പണിയിൽ അവരുടെ അപ്പനാരാണെന്ന് ചോദ്യമുയർന്നാൽ ചൂണ്ടുന്ന ആദ്യ വിരൽ ഈ വാദ്യാര് വചനകൃഷിക്കാരൻ്റെ നേരെയായിരിക്കും. വിത്ത് പാകിയവനായതുകൊണ്ട് വിളവും കൊയ്ത്തും നന്നായിരുന്നു. ലോകമെമ്പാടും ഓടി നടന്ന് വചനകൃഷി നടത്തി. നന്നായി ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ മനസ്സിന് പ്രാപ്തിയുണ്ടെങ്കിലും ശരീരമോ ബലഹീനം, അല്ലെങ്കിൽ അരക്കൈ നോക്കിയനെ. ചർച്ച് ഓഫ് ഇറ്റേണിറ്റി ആത്മാഭിഷേകം ഇന്റർനാഷണൽ എന്ന പേരുള്ള ദേവസ്യ മുല്ലക്കര രാവിലെ ഉണർന്നാൽ യേശുവോട് പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കത്തില്ല, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കത്തില്ല, പിശാചിനെ വിളിക്കും. മുല്ലക്കര സഭയിൽ നിന്ന് മാറിപ്പോയ പാസ്റ്റർമാർക്കും വിശ്വാസികൾക്കും എതിരെ എതിർപ്രാർത്ഥന നടത്തി ദുരാത്മാവിനെയും ഭൂതങ്ങളെയും അയക്കുന്ന പണിയാണ്. 24 മണിക്കൂറും സാത്താൻ സേവ ഇയാളുടെ ഒരു മാതൃകയാണ്. മനസ്സിൽ പകവച്ച് സാത്താൻ്റെ മന്ത്രങ്ങളെ ജപിച്ച് പലർക്കും അയക്കും. ഈ വ്യാജ പ്രവാചകന് എതിരെ ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അവർക്ക് എതിരെയും പിശാചിനെ അയച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇത് അനുഭവിച്ചറിയുന്നവർ ഇവനെ പേടിച്ച് പുറത്തു പറയത്തില്ല. കുറച്ചു പേരെ ഇവൻ തകർത്തു കളഞ്ഞു. കുറച്ചു പേർ ആക്സിഡൻറ്റിലും സാത്താൻ കെട്ടിലും കിടക്കുകയാണ്. ചില പാസ്റ്റർമാർ പ്രതിരോധിച്ച് നിലനിന്ന് അവരുടേതായ സഭ ആരാധന നടത്തി വരുന്നു. തെളിവില്ലാത്തതുകൊണ്ട് പലതും പുറത്തേക്ക് ടിനു ജോർജിനെ പോലെ പുറത്തു വരുന്നില്ല. അങ്ങനെ ഈ കള്ളപ്രവാചകൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം തകർത്ത സഭയിൽ ആരുമില്ല. വചന കച്ചവടം, അടച്ചു പൂട്ടൽ,
ഭീഷണിയിലാണിപ്പോൾ. ദൈവത്തിനും വിശ്വാസികൾക്കും എതിരെ ചെയ്യുന്ന ഏതു പ്രവൃത്തികളെയും ദൈവം ക്രമേണ നശിപ്പിച്ചുകൊണ്ടിരിക്കും. മുല്ലക്കരയുടെ സഭ പെന്തക്കോസ് സഭ അല്ല, പെന്തക്കോസ് സഭയല്ല, ഒറിജിനൽ പെന്തക്കോസ് സഭയല്ല. പ്രസംഗിക്കുമ്പോൾ പെന്തക്കോസ് സഭയാണെന്ന് പറയും. പെന്തക്കോസിൻ്റെ ഒരു അനുഭവവും ഇല്ല, അപ്പോസ്തലിക സഭയും അല്ല. ഇപ്പോൾ മുല്ലക്കര ദേവസ്യ അയച്ചുകൊണ്ടിരിക്കുന്ന മിസൈലിന് ശക്തി കുറവാണ്. അതുകൊണ്ട് ടിനു ജോർജിനെ കൂട്ടുപിടിച്ചാൽ നല്ല പ്രഹരമുള്ള മിസൈലുമായി രണ്ടുപേരും രംഗത്തിറങ്ങണം. 1 തിമോത്തി 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്ക. മുഖപക്ഷമോ മുൻവിധിയോ നോക്കാതെ നടപടി എടുക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു. I2I ന്യൂസ് ചാനൽ സുനിൽ മാത്യു പറയുന്നത് കേൾക്കുക. ഇവനാണ് കർത്താവിന്റെ കോൾ റെക്കോർഡ് ചെയ്ത അപ്പോസ്തോലിയൻ. നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ആ മുന്നിലിരിക്കുന്ന തലയിൽ തുണിയുമിട്ടിരിക്കുന്ന കുഞ്ഞാടുകൾ 2 കൈയും പൊക്കി കൊരവള്ളി പൊട്ടുമാറ് ഒരു സൂത്രം പറഞ്ഞാട്ടെ. സൂത്രം സൂത്രം. എൻ്റെ ദൈവമേ, ഞങ്ങൾ എന്തൊക്കെ കാണണം? നീ ഇതൊന്നും കാണുന്നില്ലല്ലോ. നീ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ തൊണ്ടത്തൊഴിലാളികൾ ഇതുപോലെ തട്ടിട്ട് ഇവിടെ കിടന്ന് തുള്ളുമായിരുന്നു. ആത്മീയ ലോകത്ത് വിശ്വാസികളെ ഊഞ്ഞലാക്കുവാൻ നടക്കുന്ന പലയിനം മോന്മാരെ നാം കണ്ടിട്ടുണ്ട്. അവന്മാരുടെ എല്ലാം ഉടായ്പ് ഞങ്ങൾ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച് അവന്മാരുടെ കച്ചവടം തന്നെ നമ്മൾ പൂട്ടിച്ചിട്ടുണ്ട്. ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ. ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഇനി ഇവൻ അടുത്ത നമ്പറുമായി വരും. ദൈവാത്മാവിനെതിരെയുള്ള പൈശാചിക ശക്തികളുടെ പ്രതിപ്രവർത്തനമാണ് ഇതെല്ലാം എന്നും പറഞ്ഞ് ജാഗ്രത. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവേൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. ഇതാ അകമേ കടിച്ചു കീറുന്ന ടിനു ജോർജിനു വേണ്ടിയുള്ള ഒരു ചെന്നായി, ടിനു ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെന്നായി. കേൾക്കുക. വചനപരമായ വിഷയങ്ങളിലെ തെറ്റായ ഉപദേശങ്ങളും തെറ്റായ പരാമർശങ്ങളെയും കുറിച്ച് മാത്രമാണ് നമ്മൾ പ്രതികരിക്കാറുള്ളത്. എന്നാൽ വ്യക്തിപരമായ ആക്ഷേപങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് നറുക്ക് വീണത് എന്ന് എനിക്ക് അറിയില്ല. അത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ ചില ഭക്തന്മാർ, ഇപ്പൊ വെളുപ്പിക്കാൻ ഇറങ്ങിയ ഒത്തിരി ആളുകളുണ്ട്. ഇപ്പൊ വെളുപ്പിക്കാൻ ഇറങ്ങിയ ഭക്തന്മാർ പറയും, നിങ്ങളുടെ യൂട്യൂബിൽ പബ്ലിസിറ്റി ചെയ്തിരിക്കുന്ന പരസ്യമായ നമ്പർ കണ്ടിട്ട്, നിങ്ങളുടെ വീഡിയോയിലൊക്കെ നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ച് നിങ്ങളെ വല്ലതും പറയുന്നെങ്കിൽ അതിന് ടിനു പാസ്റ്ററാണ് ഉത്തരവാദി എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് വെളുപ്പിക്കാൻ നിൽക്കുന്നവരോട് ഒരു കാര്യം മുൻകൂട്ടി പറയാം. മക്കളെ, അവിടെ ചെറിയൊരു അബദ്ധം പറ്റി. യൂട്യൂബിൽ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്ന നമ്പർ എൻ്റെ ഒഫീഷ്യൽ നമ്പറാണ്. ലോകത്ത് നാനാഭാഗങ്ങളിലുള്ള ആളുകളും എന്നെ മീറ്റിങ്ങിന് വിളിക്കുന്ന, എന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു വിളിക്കുന്ന എല്ലാവരുടെയും കയ്യിലുള്ള നമ്പറാണ് ഞാൻ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്.
പക്ഷെ ഒരു ചെറിയ അബദ്ധം പറ്റിയത് അലക്സച്ചായൻ എന്നെ വിളിച്ചത് എൻ്റെ പേഴ്സണൽ നമ്പറിലാണ്. അലക്സച്ചായൻ എന്നെ വിളിച്ചത് പേഴ്സണൽ നമ്പറിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ നമ്പറിൽ നിന്ന് ഞാൻ പലതവണ പാസ്റ്റർ ടിനു ജോർജിനെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പേഴ്സണൽ നമ്പറാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അറിയില്ല എന്നൊന്നും പറഞ്ഞ് വെളുപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമുക്ക് ആദ്യം ഭീഷണി ഒന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം പോകരുത്. കുറച്ച് കാര്യങ്ങൾ കേട്ടതിന് ശേഷം പറയാനുണ്ട്. നമുക്ക് ആദ്യം അത് കേൾക്കാം. ഈ ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ, നിങ്ങൾ ഒരു പാസ്റ്റർ അല്ലേ പാസ്റ്റർ, നിങ്ങളും ആവശ്യമില്ലാത്ത ഒരു പിന്നെ ഒരു പോസ്റ്റുകളൊന്നും ഇടണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ ആവശ്യമില്ലാത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ആവശ്യമില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ പിന്നെ ഇതിപ്പം നമ്മളിപ്പോ അത് നീതീകരിക്കാൻ, നിങ്ങളും ഒരു പാസ്റ്ററാണ്, ഞാനും ഒരു വിശ്വാസിയാണ്. സബ്ജക്ട് നിങ്ങൾ പറയുന്ന സബ്ജക്ട് എന്താണെന്ന് പറയൂ പാസ്റ്റർ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇപ്പം നിങ്ങൾക്കൊരു വീഴ്ച വരുവാണെങ്കിൽ ഞാൻ ഈ പോസ്റ്റ് ഇട്ട് കളിയാക്കും. അതിന് ഇന്ത്യയിൽ നിയമവും ന്യായാധിപതിയൊക്കെ ഉണ്ടല്ലോ. നമ്മളായിട്ട് അത് ചെയ്യണോ എന്നേ ഞാൻ അങ്ങയോട് ചോദിക്കുന്നുള്ളൂ. അതിന് ആരുടെ വീഴ്ച ആര് പറഞ്ഞു? ആരുടെ വീഴ്ച ആര് പറഞ്ഞു? നിങ്ങൾ യൂട്യൂബില് വെച്ച് ഇതൊക്കെ പറയുന്നു. അത് ആരുടെയും വീഴ്ച ഞാൻ പറയാറില്ലല്ലോ. നിങ്ങൾ കേൾക്കാത്തതോ ശ്രദ്ധിക്കാത്തതോ കൊണ്ടാണ്. എങ്ങനെ? ഒരു മനുഷ്യന്റെയും വീഴ്ചകളോ അവരുടെ കുറവുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഞാൻ പറയാറില്ലല്ലോ. ഞാൻ പറയുന്നത് ദൈവവചന പ്രകാരമുള്ള ഉപദേശ വിഷയങ്ങളെ മാത്രമാണ്. എന്തുവായിരുന്നു കഴിഞ്ഞാലും പാസ്റ്റർ ഇത് തൽക്കാലം ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്, താങ്കളല്ലല്ലോ. പാസ്റ്റർ അത്തരത്തിലൊന്നും കയറി സംസാരിക്കരുത്. എങ്ങനെ സംസാരിച്ചാലും താങ്കളല്ല എന്റെ അത്തരത്തിലൊന്നും കയറി സംസാരിക്കരുത്. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയൊന്നുമല്ല പാസ്റ്റർ, അങ്ങനൊന്നും കയറി സംസാരിച്ചു ഞാൻ സംസാരിക്കുള്ളൂ. എന്താ കുഴപ്പം? സംസാരിക്കരുത് പാസ്റ്റർ, അങ്ങനൊന്നും കയറി സംസാരിക്കരുത്. പിന്നെ ഇപ്പം ഞാനിപ്പോ പാസ്റ്ററെ വിളിക്കണമെങ്കിൽ ഞാനൊരു കണാഗുണമുള്ള ഒരാളായിരിക്കും ആയിക്കോട്ടെ. അതിപ്പോ എനിക്ക് അത് പാസ്റ്ററിന്റെ ബുദ്ധിമോശം അത് പറയുന്നത്. നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്നാ ഭീഷണിപ്പെടുത്താൻ വിളിച്ചാണോ? ഇത്തരം വിവരക്കേടുകൾ പബ്ലിക്കിൽ പൊതുജനം കേൾക്കെ ഇത്തരം വിവരക്കേടുകൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിച്ചിരിക്കും. പാസ്റ്റർ ദയവ് ചെയ്ത് ഞാൻ പാസ്റ്ററിനോട് പറയാ, ഈ കാര്യം ഇവിടെ വെച്ച് പാസ്റ്റർ സ്റ്റോപ്പ് ചെയ്തു. നിങ്ങളടുത്ത് ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. ഇമ്മാതിരി വിവരക്കേടുകൾ പൊതുജനം കേൾക്കെ പറയാതെ അവരുടെ ചർച്ചയിൽ പറയാൻ അയാളെ വിളിച്ച് ബുദ്ധി ഉപദേശിക്കുക. മനസ്സിലായോ? അയാളുടെ ചർച്ചിൽ എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാനുള്ള റൈറ്റ് അയാൾക്കുണ്ട്. അത് ചോദ്യം ചെയ്യാൻ പുറത്തുള്ള ഒരാളും ഇടപെടേണ്ട കാര്യമില്ല. അത് റൈറ്റ്. പക്ഷേ അയാളോട് പറയണം, ഈ ലൈവ് മീഡിയ വെച്ചിട്ട് പൊതുജനത്തിൽ ലോകം മുഴുവൻ കേൾക്കുക, നാട്ടുകാർ കേൾക്കുക ഇമാതിരി വിവരക്കേടുകൾ വീഡിയോയുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അത് ലോകം മുഴുവനുള്ള ആളുകൾ കേട്ടിട്ട് ഒരു സമൂഹത്തെ ഒന്നടങ്കം എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അലക്കുന്ന കാണുമ്പോൾ ഞാൻ മാത്രമല്ല, എന്നെ പോലെ 100 കണക്കിന് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഞാൻ. മനസ്സിലാക്കുക. ഞാൻ അവരുടെ ചർച്ചിൽ എന്തായാലും ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഞാനുണ്ടോ? ആരോ എടുത്തു സോഷ്യൽ മീഡിയ. അപ്പൊ അതിന് അവരാണ് നിയന്ത്രണം കൊണ്ടുവരേണ്ടത്. അവര് പറയണം, എന്റെ ചർച്ചിൽ ഞാൻ വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു നിമിഷം ആ ക്യാമറമാനോട് അത് മീഡിയ ഒന്ന് കട്ട് ചെയ്ത് 1 മിനിറ്റ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഈ വിഷയം ഉണ്ടാവുമോ? അപ്പൊ ഈ പരിജ്ഞാനക്കേടും വിവരക്കേടും കാണിക്കുന്നവരോട് വിളിച്ചിട്ട് നിങ്ങൾ ഇത്തരം ഒരു കാര്യം ശ്രദ്ധിക്കണമെന്നൊന്ന് പറഞ്ഞാൽ ഇമാതിരി വിഷയങ്ങൾ ഉണ്ടാവും. പകരം പ്രതികരിക്കുന്നവരെ വിളിച്ചിട്ട് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് ഒരു കാര്യം ചെയ്യുക. പാസ്റ്റർ ഈ പണി കിണിയെന്ന് എന്നോട് പറയണ്ട. പാസ്റ്റർ ഒരു കാര്യം ചെയ്യുക. ഈ ഒരു കാര്യം ഞാൻ പാസ്റ്ററിനോട് പറയുന്നു. എന്റെ പേര് അലക്സ് എന്നാണ്. ഞാൻ പാസ്റ്ററിനോട് പറയുന്നു, പാസ്റ്റർ ഇത് കണ്ടിന്യൂ ചെയ്യരുത്. ഞാൻ വ്യക്തമായിട്ടാണ് ഞാൻ പാസ്റ്ററിനോട് പറയുന്നത്. പാസ്റ്റർ ഇത്തരത്തിലുള്ള പരിപാടി പുള്ളിയെ കുറിച്ച് കണ്ടിന്യൂ ചെയ്യരുത്. അത് നിങ്ങളാണ് അവസാനിക്കുക. പുള്ളി ഇത്തരം പരിപാടികൾ കണ്ടിന്യൂ ചെയ്താൽ പ്രതികരണം അവസാനിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പാസ്റ്റർ ചെയ്യരുത്. നിങ്ങളുടെ വാക്കുകൾ വളരെ നൈസായിട്ടൊരു ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ, ഞാൻ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യനാ. അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും. നിങ്ങൾ പച്ചയ്ക്ക് തല്ലും കൊല്ലും എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഇറങ്ങി എന്റെ അടുത്ത് നിങ്ങൾ വെറുതെ ഈ ഭീഷണിപ്പെടുന്ന ഉമ്മാക്കി പരിപാടി അത് നിങ്ങളുടെ കൈ വെച്ചിരുന്ന മനസ്സിലായി. ഞാൻ 22 വയസ്സ് വരെ നിങ്ങൾ ഈ പറയുന്ന പരിപാടി ചെയ്യുന്ന സമൂഹത്തിന്റെ നടുക്ക് വളർന്ന മനുഷ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ എന്റെ അടുത്ത് ഈ ഓലപ്പാമ്പ് കാണിച്ചിട്ട് എന്നെ വിരട്ടുന്ന പരിപാടി, ഞാൻ ഈ ഓലപ്പാമ്പൊന്നുമല്ല. അതൊക്കെ അങ്ങ് കൈ അലക്സച്ചാൻ അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. പാസ്റ്റർ ഒരു കാര്യം ചെയ്താട്ടെ. ഞാൻ പാസ്റ്ററിനോട് വേറെ ഒന്നും പറയുന്നില്ല. പാസ്റ്ററിനോട് ഞാനൊരു വിശ്വാസിയായ ഒരു മനുഷ്യനാണ്.
അത് നിങ്ങളുടെ ഞാൻ വാക്കുകളിൽ നിന്ന് മനസ്സിലായി. വിശ്വാസിയാവണമെങ്കിൽ എന്റെ മുൻകാല ചരിത്രം പാസ്റ്റിന് അറിയാമല്ലോ. എന്റെ മുൻകാല ചരിത്രം അല്പം അതുകൊണ്ടാണ് ഞാൻ പാസ്റ്റിനോട് പറയുന്നത്, തൽക്കാലം ഈ ഒരു പരിപാടി ടിനു പാസ്റ്ററെ ഒന്ന് വിട്ട് കളിക്കണം. നിങ്ങൾ ടിനു പാസ്റ്ററിന്റെ ഗുണ്ടയാണോ? അത്രേ ഞാൻ പറയുന്നുള്ളൂ. ടിനു പാസ്റ്ററിന്റെ ഗുണ്ടയാണോ? അത്രേ ഞാൻ പറയുന്നുള്ളൂ. ടിനു പാസ്റ്ററിന്റെ ഗുണ്ടയാണോ? ഞാൻ പറഞ്ഞ പാസ്റ്റിന് മനസ്സിലാവും. എന്നാ നിങ്ങൾ കേട്ടോ, ഇപ്പൊ നമ്മൾ സംസാരിച്ച ഈ ഭീഷണി കോളും ഞാനിപ്പോ ഇന്ന് വൈകിട്ട് ഞാൻ പുറത്തു വിടും, എന്തോ ഈ നമ്പർ ഉൾപ്പെടെ. പാസ്റ്റർ ഈ ഒരു കാര്യം പാസ്റ്റർ ഒന്ന് ഇപ്പൊ നമ്മൾ സംസാരിച്ച ഈ കോളും ഈ റെക്കോർഡും ഈ നമ്പറും ഉൾപ്പെടെ പുറത്തു വിട്ടിട്ട് ടിനുവിന്റെ ഗുണ്ടയുടെ ഈ ഒരു ആവശ്യം ഞാൻ അംഗീകരിക്കണോ വേണ്ടോ എന്ന് പൊതുജനത്തിന് മുമ്പിൽ ഞാൻ ഇന്ന് വൈകിട്ട് ഇത് വെക്കാം. പൊതുജനം പറയട്ടെ. നിങ്ങൾ എന്തെന്നോ ചെയ്തോ, ഞാൻ അതല്ല പറഞ്ഞ് ഈ ഒരു കാര്യം പാസ്റ്റർ റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കരുത്. പുള്ളി റിപ്പീറ്റ് ചെയ്താൽ ഞാൻ എനിക്ക് പറയാനുള്ളൂ. പുള്ളി റിപ്പീറ്റ് ചെയ്താൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഞാൻ അത്രേ എനിക്ക് എന്റെ പാസ്റ്റിനൂടെ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഒരു മിനിറ്റ്. നിങ്ങൾ യഥാർത്ഥമായി ഇത്തരം കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നേരെ ടിനു പാസ്റ്ററെ വിളിച്ചിട്ട് പറയണം, ഇമ്മാതിരി കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കില് സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾക്ക് 35 വർഷമായി പുള്ളി പിന്നെ സുവിശേഷ വേലയും കൊണ്ട് ഇറങ്ങിയിട്ട് ഏതോ ഒരു പുള്ളി പറഞ്ഞതിൽ എന്തോ ഒരു ഇത് വന്നു, ആരോ അതെടുത്തത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു, അങ്ങനെയുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളല്ലോ. അതെ, ആ വിഷയത്തിൽ മാത്രമാണല്ലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അങ്ങ് ഫുട്ബോൾ കിട്ടുമോ എന്ന് പറഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമല്ല. അങ്ങനെ ഫുട്ബോൾ കിട്ടുവാണെങ്കിൽ ആ കോർട്ടില് ഞാനും ഇറങ്ങും. നിങ്ങൾ ഈ ഇറങ്ങും നിങ്ങൾ അമ്മാതിരി വർത്താനം എന്റെ അടുത്ത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാന്യമായിട്ടാണെങ്കിൽ സംസാരിക്കും. അല്ല പരിപാടി വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങുമെന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം വിചാരിച്ചിരിക്കണം. നിങ്ങളുടെ തോന്നൽ എന്തുവാ? നിങ്ങൾ എന്തോ ഒലത്തുവന്നാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഒന്നും ഒലത്തത്തില്ലെന്നേ. നിങ്ങൾ എന്തോന്നോ പറഞ്ഞോ? നിങ്ങളും ഒലത്തത്തില്ല. നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളും ഒലത്തത്തില്ല. നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. ആയിക്കോട്ടെ, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബുദ്ധിമുട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം മനസ്സിലായില്ലേ ഭീഷണി? ഇപ്പം മനസ്സിലായോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഇപ്പം മനസ്സിലായോ ഭീഷണി എന്താന്ന്? ഓക്കെ. അപ്പോ ഭീഷണി നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനിയിപ്പോ പെട്ടെന്നൊരു ദിവസം എന്നെ കാണാതായാൽ, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചു എന്നറിഞ്ഞാൽ നിങ്ങൾ ആദ്യം അലക്സ് അച്ചായനെ വിളിച്ച് അന്വേഷിക്കണം. അലക്സ് അച്ചായന് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗലാത്യർ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ, എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറെ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. പത്രോസിനെ പൗലോസ് ശാസിക്കുന്നു. എതിർത്തു. ക്രിസ്തു യേശുവിൻ്റെ വചനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് ക്രിസ്തു യേശുവിൻ്റെ മുഖ്യ ശിഷ്യനെന്ന് നോക്കാതെ പൗലോസ് എതിർത്ത് ശാസിച്ചു. ഏത് വമ്പനായ പണക്കൊഴുപ്പുള്ള വ്യാജ പ്രവാചകനായാലും നമ്മൾ എതിർത്ത് ശാസിക്കുന്നതിൽ ഏതൊരു തെറ്റും ഇല്ല. കപടഭക്തിക്ക് എതിരെ അപ്പോസ്തലനായ പൗലോസ് ശബ്ദമുയർത്തി. പാസ്റ്റർ കൊല്ലം ഷമീറിന്റെ വാക്കുകൾ കേൾക്കുക. രൂപ എന്റെ പോക്കറ്റിലോട്ട് ഇടുന്നത് എനിക്ക് വേണ്ടിയല്ല, അത് നിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. എനിക്ക് എത്ര പോക്കറ്റ് ഉണ്ടെന്നറിയാം. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, 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 ഇവിടെ 2 പോക്കറ്റ് ഉണ്ട്. 2 എന്താണെന്നറിയാം. ആർക്കെങ്കിലും രൂപ ഇടണമെങ്കിൽ ഇഷ്ടമുള്ള പോക്കറ്റ് ഇടാം. നിങ്ങൾ ഇട്ടു നോക്ക്, ഞാൻ വാങ്ങിക്കും. ടിനു ജോർജിൽ കയറിയിരിക്കുന്ന ദുരാത്മാവ് തന്നെയാണ് ഇവനിൽ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് കടകുണ കള്ള നാണയമേ, സൂക്ഷിച്ച് സംസാരിച്ചോ. കാരണം മുസ്ലിം സമുദായത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് വിശുദ്ധ വേദപുസ്തകം സത്യമാണെന്ന് മനസ്സിലാക്കി ഇതിൽ
കടന്നുകൂടി യേശുവിനെ ആരാധിക്കുന്ന നല്ലൊരു പാസ്റ്ററാണ്. അതുകൊണ്ട് പാസ്റ്റർ കൊല്ലം ഷമീറിനെ യേശു സ്നേഹിക്കുന്നു. നിന്നെ അല്ല സ്നേഹിക്കുന്നത്, നിന്റെ കള്ളത്തരവും കാപട്യവും നടത്തുന്നമാരെ അല്ല യേശു സ്നേഹിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഈ കുണ വർത്തമാനം ഉണ്ടല്ലോ, അത് ആ വ്യാജ ടിനു ജോർജിനോട് ചെന്ന് പറഞ്ഞാൽ മതി. വിശ്വാസികളെ, യേശുവിൻ്റെ പേരും പറഞ്ഞ് പണം തട്ടിപ്പ് നടത്തി കൊച്ചു പെമ്പിള്ളേരെ വരെ പീഡിപ്പിച്ചവനാണ് ഈ ടിനു ജോർജ്. അതുകൊണ്ട് ഇവൻ പാവം പിടിച്ച കൊല്ലം ഷമീർ പാസ്റ്ററിനെ വിരട്ടുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. എടാ പിടിച്ചുവയ്പ്പുകാരാ, എടാ ഗുണ്ട, മര്യാദയ്ക്ക് ഇരുന്നോ. കൊട്ടാരക്കരയിൽ ഇനി ചിലവാകത്തില്ല. നിന്റെ എല്ലാവൻ്റെയും ഉടായിപ്പ് ദൈവം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സാത്താൻ്റെ ഗുണ്ടകളെ സൂക്ഷിച്ചോ. ദേവസ്യ മുല്ലക്കര എന്ന എതിർപ്രാർത്ഥന സാത്താൻ സഭയെ പൊളിപ്പിച്ചതുപോലെ നിന്റെ യാമാനായ ടിനുവിൻ്റെ സാത്താൻ പള്ളിയെ ദൈവം പൊളിച്ച് അടിക്കും. ഇവന്മാർ പെന്തക്കോസുകാരന്മാരാണെന്ന് പറഞ്ഞ് നടക്കുന്നത് കള്ളമാണ്. ഇവന്മാർ പെന്തക്കോസുകാരന്മാരല്ല, യേശുവിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന കൊള്ള സംഘം. പിന്നെ എനിക്ക് ഏറ്റവും വലിയ കോമഡിയായി തോന്നിയ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാര്യം ഇദ്ദേഹം ഇപ്പോൾ ഒരു പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു. അനുഗ്രഹത്തിന്റെ താക്കോൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് ടിനു ജോർജാണ്. അതിലെ രണ്ടാമത്തെ പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ലഭിക്കും. അപ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ലഭിക്കും എന്നുള്ളതിന്റെ സൂത്രവാക്യം, അത് ഏത് രീതിയിൽ അത് സമ്പാദിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതൊക്കെ വ്യക്തമായി അറിയുന്ന ആളാണ് ടിനു ജോർജ്. അത് പുസ്തകത്തിൽ എഴുതി മറ്റുള്ളവരും കൂടെ ആ ടെക്നിക്ക്, ആ രഹസ്യം ഒന്ന് മനസ്സിലാക്കി സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാൻ വേണ്ടി പുസ്തകം അടിച്ചിറക്കിയിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷെ എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു കാര്യം, ഈ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ഉണ്ടാക്കാം എന്ന താക്കോല് കയ്യിലുള്ള ടിനു ജോർജ്, ആ താക്കോൽ ഉപയോഗിച്ച് തുറന്ന് സാമ്പത്തികം എടുത്ത് ചർച്ച പണിഞ്ഞാൽ പോരെ. പുള്ളി അത് ഉപയോഗിച്ച് തുറക്കൂല. പകരം ഈ പുസ്തകം കാശിന് വിൽക്കണം, കാശ് കൊടുത്ത് സാധാരണക്കാരായ വിഡ്ഢികൾ അത് വാങ്ങണം, അവര് വാങ്ങി അവർ ആ താക്കോൽ ഉപയോഗിച്ച് സാമ്പത്തിക അഭിവൃദ്ധി കണ്ടെത്തി ഈ പുസ്തകം എഴുതിയ ആൾക്ക് കൊടുക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ പ്രാപിക്കാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം പണ്ട് ഞാനിങ്ങനെ യൂട്യൂബിൽ ഒരു കോമഡി സംഭാഷണം കേട്ടു. എല്ലാ ദോഷങ്ങളും മാറ്റി സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം മാറ്റുന്ന ഒരു ഏലസ് വിൽക്കുന്ന ഒരാളെ വേറൊരാൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, സാർ ഈ ഏലസിന്റെ വില എത്രയാണെന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു അത് 5000 രൂപയാണെന്ന് പറഞ്ഞു. ഈ ഏലസ് വെച്ചാൽ എല്ലാ സാമ്പത്തിക ഇതും മാറുന്നു. അതെ ധന ആകർഷണ ഭൈരവ യന്ത്രം അങ്ങനെ എന്തോ ഒരു പേരാണ്. അപ്പൊ അത് ധനം നിങ്ങളുടെ അടുക്കലോട്ട് വന്നുകൊണ്ടേയിരിക്കും ഇത് വെച്ചാലെന്ന് പറഞ്ഞു. അപ്പം ഈ ഫോൺ വിളിച്ച ആള് ചോദിച്ചു, സാറേ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വില എത്ര, 5000 അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഏലസ് നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, അപ്പം നിങ്ങളുടെ കയ്യിൽ ധനം വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇത് 5000 കൊടുക്കുന്ന, ഫ്രീ ആയിട്ട് കൊടുത്തൂടെ എന്ന് ചോദിച്ചു. അപ്പം അപ്പുറത്ത് നിന്ന ആൾക്ക് ദേഷ്യം വന്നു. അപ്പൊ ഈ സംസാരിച്ച ആള് പറഞ്ഞു, ഇപ്പം മനസ്സിലായി, മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ധനം ആകർഷിച്ച് നിങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തിക്കുന്ന യന്ത്രമാണ് ഇത് എന്നുള്ളത് മനസ്സിലായി എന്ന് പറഞ്ഞു. എന്നതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി എങ്ങനെ ലഭിക്കും? ഇതുപോലെ ഒരു പുസ്തകം എഴുതുക, മണ്ടന്മാരായ ആളുകൾക്ക് വിൽക്കുക, എന്നിട്ട് ആ പൈസ തിരിച്ചു മേടിച്ചെടുക്കുക, പുസ്തകത്തിന്റെ പൈസയും കിട്ടും. അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി സ്വന്തം പുസ്തകം വായിച്ചതുകൊണ്ടാണെന്ന് വരുത്തിക്കൊണ്ട് അതിലേക്ക് തിരിച്ചിടിപ്പിക്കാൻ കഴിയുന്ന ഒരു താക്കോലാണ് കയ്യിലുള്ളത് എന്ന് മനസ്സിലായി. ഇത് മനസ്സിലാക്കാത്ത മണ്ടന്മാർ ഈ താക്കോല് വാങ്ങട്ടെ, അവർ പൂട്ട് തുറക്കട്ടെ,
തുറന്ന് സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ചിട്ട് പുസ്തകം എഴുതിയ ആൾക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഇതൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. പണത്തട്ടിപ്പ് ന്യൂജൻ സാത്താൻ സഭകളെ തകർക്കുക. സാത്താന്റെ പള്ളിയാണ് നരകത്തിന്റെ താക്കോൽ. ആരും വാങ്ങി വായിക്കരുത്. പണത്തിന്റെ താക്കോലാണ്, വിശ്വാസികളെ വഞ്ചിക്കുന്ന താക്കോലാണ്. PG വർഗീസ് അങ്കിളെ, ഇത് അന്തോക്യ സഭയല്ല, കൊട്ടാരക്കരയിലെ സാത്താന്റെ പള്ളിക്കാരന്റെ സഭയാണ്. ഇത് പെന്തിക്കോസ് സഭയല്ല. യഥാർത്ഥ പെന്തക്കോസ് സഭകളെ ആക്ഷേപിക്കരുതേ. ഇവരുമായി ഏതൊരു പങ്കുമില്ല. ടിനു ജോർജിന്റെ ദുരാത്മാവ് പിടിച്ചവൻ പറയുന്നത് കേട്ടല്ലോ. അവൻ കണകുണ എന്നുള്ള ഒരു വർത്തമാനം. ഇവന്റെ ഉള്ളിലെ ആത്മാവ് ഏതാണ്? ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി